RSS അജണ്ട നടപ്പാക്കുമ്പോൾ കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിനെ എതിർക്കാൻ പോലും തയ്യാറാകാത്തത്? KPCCയുടെ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന UDF കൺവീനർ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കാര്യം ഉൾപ്പെടുത്താൻ മനസ്സില്ല, അത് നിങ്ങൾക്ക് എന്താ എന്നാണ് ചോദിച്ചത്. അതാണ് ന്യായം. നിങ്ങൾക്ക് മനസ്സില്ല. ഏത് മനസ്സാണ് നഷ്ടപ്പെട്ടത്? മതനിരപേക്ഷ മനസ്സ്. നിങ്ങൾ ചേരുന്ന മനസ്സ് സംഘപരിവാർ മനസ്സ്. അതാണ് ആലോചിക്കേണ്ടത്. മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ട് സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു? ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നു. ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ അന്വേഷണത്തിലുള്ളൊരു കാര്യം പുറത്തു കൊണ്ടുവന്നു. അത് മാനിഫെസ്റ്റോവിൻ്റെ കരട് തയ്യാറാക്കിയപ്പോൾ മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ നിശ്ചയിച്ച സമിതി പൗരത്വ നയ ഭേദഗതിയെക്കുറിച്ച് ശക്തമായി എഴുതിയിരുന്നു. പക്ഷേ നേതാക്കളടങ്ങിയ സമിതി യോഗം ചേർന്നപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഇതാണ് മലയാള മനോരമ എഴുതിയത്, അല്ല നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത്. മലയാള മനോരമയുടെ പേരെങ്ങനെയാ നാട്ടിൽ വന്നതെന്ന് മനസ്സിലാക്കില്ല. അവർക്ക് അങ്ങനത്തെ കാര്യം എഴുതാൻ തോന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നാട്ടിൽ ഇപ്പോഴും മാധ്യമധർമ്മം പാലിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നതാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിപ്പോൾ വസ്തുതയാണെന്ന് പുറത്തു വന്നു. ആ സമിതിയുടെ അധ്യക്ഷൻ സാക്ഷാൽ ചിദംബരം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നീളം കൂടിപ്പോകുന്നത് കൊണ്ട് ഈ ഭാഗം ഉൾപ്പെടുത്താതിരുന്നതാണ്. എങ്ങനെയുണ്ട്? പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും എന്നൊരു വാചകം അവിടെ എഴുതിയാൽ ഈ പ്രകടന പത്രികയുടെ നീളം ഭയങ്കരമായി നീണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിഷമം മനസ്സിലായി. കോൺഗ്രസിനെ തള്ളി പറയാൻ പറ്റില്ലല്ലോ, കോൺഗ്രസിൻ്റെ നേതാവല്ലേ.